ടെസ്ല അമേരിക്കയിൽ നിന്ന് ചൈനയിലേക്ക് ചുവട് മാറുകയാണ്. ഇതിൽ കൂടുതൽ അമേരിക്കയ്ക്കും ട്രംപിനും വലിയ തിരിച്ചടി ഉണ്ടാകാനില്ലല്ലോ. ഇത് അമേരിക്കയിലെ സാമ്പത്തികമായി അവർക്ക് വലിയ ബുദ്ധിമുട്ടിലേക്ക് പോകില്ലേ ഇത്തരം കമ്പനികൾ ചുവട് മാറ്റുന്നത്? തീർച്ചയായിട്ടും ഇതിപ്പോൾ ടെസ്ല പോയതുകൊണ്ട് എന്നുള്ളതല്ല, മറിച്ച് ഈ ടെസ്ലയ്ക്ക് പുറകെ മറ്റു പല കമ്പനികളും ഒരു മാതൃകയായി മാറും. ടെസ്ല ഒരു മാതൃകയായി മാറും. അത് ചൈനയിലേക്ക് അവർ പ്രൊഡക്ഷൻ മാറ്റുന്നത്, ഉൽപ്പാദനം ചൈനയിലേക്ക് മാറ്റുന്നത് വലിയ തിരിച്ചടിയായിരിക്കും അമേരിക്കയ്ക്ക് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിനേക്കാളും ഒക്കെ അപകടം ഈ എന്തുകൊണ്ട് ടെസ്ല പോയി എന്നൊരു ചോദ്യമുണ്ടല്ലോ. ഈ ട്രംപുമായിട്ട് ഇലോൺ മസ്കിന് സ്വരച്ചേർച്ച ഇല്ല, പിണങ്ങി, അതുകൊണ്ട് അങ്ങനെയല്ലല്ലോ. ഇത്രയും വലിയൊരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് എന്തുകൊണ്ട് അമേരിക്കയിൽ നിന്ന് ചൈനയിലേക്ക് പറിച്ചു നടപ്പെടുന്നു എന്ന് ചോദിച്ചാൽ അതിന് മറ്റു നിരവധി കാരണങ്ങളുണ്ട്. ഈ അമേരിക്ക ഇപ്പോൾ ശരിക്കു പറഞ്ഞാൽ അമേരിക്ക ഇപ്പോഴും ഈ ഫോസിൽ ഇന്ധനങ്ങൾ ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അവർക്ക് ഈ ശുദ്ധ ഊർജ ഉൽപ്പാദനത്തെക്കുറിച്ച് പറയുന്നതല്ലാതെ വലിയ രീതിയിലുള്ള എസ്റ്റാബ്ലിഷ്മെൻറ്റുകൾ അതിലില്ല. ചൈനയെ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ അമേരിക്ക അക്കാര്യത്തിൽ വളരെ പുറകിലാണ് എന്ന് തന്നെ നമുക്ക് പറയാം. ഈ ട്രംപ് ആകട്ടെ സൗരോർജം, കാറ്റാടിയിൽ നിന്ന് വൈദ്യുതി, ഇതിനെയൊക്കെ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വിഡ്ഢിത്തം എന്നാണ് ട്രംപ് വിശേഷിപ്പിക്കുന്നത്. പകരം ഈ ഫോസിൽ ഇന്ധനങ്ങൾ ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിലാണ് ട്രംപിന് കൂടുതൽ താല്പര്യം. അതുകൊണ്ട് തന്നെ ഈ ഇലക്ട്രിക് വാഹനങ്ങളുടെ കാര്യത്തിൽ അമേരിക്ക ചൈനയേക്കാൾ പുറകിലേക്ക് പോകുന്നു എന്ന് റിപ്പോർട്ടുകൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുമുണ്ട്. ഇത് ഒരു ചെറിയ കാര്യമല്ല. ഇത്തരത്തിൽ ഒരു കാലത്ത് നമുക്കറിയാം ചൈന ഈ വലിയ രീതിയിൽ മലിനീകരണം സംഭവിച്ചു കൊണ്ടിരുന്ന, അല്ലെങ്കിൽ ഈ നമ്മുടെ ആഗോള ഇതിലേക്ക് മലിനീകരണം, പരിസര മലിനീകരണം സംഭാവന ചെയ്തുകൊണ്ടിരുന്ന ഒരു രാജ്യമാണ് ചൈന. ഇന്ന് അവരെ അതിൽ നിന്നൊക്കെ പിന്മാറിയിട്ട് വലിയ രീതിയിൽ ഈ പറഞ്ഞതുപോലെ ശുദ്ധ ഊർജ ഉൽപ്പാദനത്തിലേക്ക് ചൈന മാറിയിരിക്കുകയാണ്. അത് വളരെ കൃത്യമായിട്ട് സൗരോർജത്തെയും അതുപോലെ കാറ്റാടിയിൽ നിന്നുള്ള വൈദ്യുതി, കാറ്റാടി പ്രവർത്തിപ്പിച്ച് അതിൽ നിന്നുള്ള വൈദ്യുതിയെയും ചൈന വലിയ രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്നു. ഇപ്പോൾ ഏതാണ്ട് നമ്മുടെ അമേരിക്കയേക്കാൾ 3 ഇരട്ടി എന്ന് വെച്ചാൽ ഇന്ന് അമേരിക്കയുടെ ഉൽപ്പാദനശേഷി എത്രയാണോ അതിൻ്റെ 3 ഇരട്ടി മുന്നിലെത്തി നിൽക്കുകയാണ് ചൈന. നമ്മളിപ്പോഴും മെഗാവാട്ടിൽ നിൽക്കുന്നതേ ഉള്ളൂ. ജിഗാവാട്ടം കടന്ന് ടെറാവാട്ടിൽ എത്തി നിൽക്കുകയാണ് ചൈന. അപ്പോൾ അത് തന്നെ നമുക്ക് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവുമല്ലോ. ഇപ്പോൾ ഏതാണ്ട് മണിക്കൂറിൽ 2900 ടെറാവാട്ട്, ഏതാണ്ട് 3000-ത്തിനടുത്ത് ടെറാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ചൈനയ്ക്ക് കഴിയുന്നു എന്നുള്ളതാണ്. അത് ഈ ഊർജോൽപാദന മേഖലയിൽ ചൈനയ്ക്കൊരു വലിയ കുതിച്ചുചാട്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അവിടെ അമേരിക്ക വളരെ പിന്നിലാണ്. അമേരിക്കയ്ക്ക് പിന്നോട്ടടിയാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ട്രംപ് വന്നപ്പോൾ, ഇപ്പോൾ ട്രംപ് വന്നിട്ട് ഏതാണ്ട് 6 മാസം കൂടുതലാകുന്നു. ട്രംപ് വന്നപ്പോൾ ഈ സൗരോർജം, കാറ്റാടി വൈദ്യുതി, ഇതിനൊക്കെ ഉള്ള സബ്സിഡി അങ്ങ് വെട്ടിക്കുറച്ചു. ഇതിനൊക്കെ സബ്സിഡി കൊടുത്തോണ്ടിരുന്നു. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ സൗരോർജ പാനലുകൾ വെക്കുന്നതിന് സബ്സിഡി നൽകുന്നില്ലേ, ആ സബ്സിഡി അങ്ങ് വെട്ടിക്കുറച്ചു. അതോടുകൂടി ഈ ഇത്തരത്തിലുള്ള ഉൽപ്പാദനം പുറകിലേക്ക് പോയി. ഇത് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ കബളിപ്പിക്കൽ എന്നാണല്ലോ, ഏറ്റവും വലിയ തമാശ, ഏറ്റവും വലിയ കബളിപ്പിക്കൽ, ഏറ്റവും വലിയ തട്ടിപ്പ് എന്നൊക്കെയാണ് സൗരോർജത്തെക്കുറിച്ചും ഈ ഇതിനെക്കുറിച്ചുമൊക്കെ, കാറ്റാടി വൈദ്യുതിയെക്കുറിച്ചുമൊക്കെ ട്രംപ് പറയുന്നത്. പക്ഷെ നമ്മളൊന്ന് ആലോചിക്കണം, ചൈന ആ സമയത്ത് ഈ ടിബറ്റൻ പീഠഭൂമിയിലടക്കം വലിയ രീതിയിൽ എത്രയോ ചതുരശ്ര കിലോമീറ്റർ സൗരോർജ പാനലുകൾ വിന്യസിച്ച് അതിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണ്. ഏതാണ്ട് ഷിക്കാഗോ നഗരത്തിൻ്റെ അത്രയും വലിപ്പമുള്ള സൗരോർജ പാടം ചൈനയ്ക്ക് സ്വന്തമായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റും. അത്ര ചൈന ആ കാര്യത്തിൽ പുരോഗമിച്ചിരിക്കുകയാണ്. അതായത് വളരെ ചെറിയ അളവിലെ വൈദ്യുതി കിട്ടുകയുള്ളൂ എങ്കിൽ പോലും അവിടെ സൗരോർജ പ്ലാന്റ് സ്ഥാപിക്കാൻ, സോളാർ പ്ലാന്റ് സ്ഥാപിക്കാൻ ചൈന തയ്യാറാകുന്നു. ഇത് ചെറിയ വ്യത്യാസമല്ല ഈ പറയുന്നത് പോലെ ഉണ്ടാക്കുന്നത്. ഒന്ന്, നമുക്ക് ഈ പാരമ്പര്യ ഊർജ സ്രോതസ്സുകളെ നമ്മൾ ആശ്രയിക്കുന്നു എന്നുള്ളത്. 2, ശുദ്ധ ഊർജ പദ്ധതികളാണിതെല്ലാം. യാതൊരു വിധത്തിലും മലിനീകരണം ഉണ്ടാക്കുന്നില്ല. അപ്പം ഒരു വശത്ത് ഈ മലിനീകരണം കൊണ്ട് സംഭവിക്കുന്ന ദോഷങ്ങൾ, കാർബൺ എമിഷൻ ഉൾപ്പെടെ ഉള്ളത് കൊണ്ട് സംഭവിക്കുന്ന ദോഷങ്ങൾ,
അതിനെ മറികടക്കാൻ ചൈനയ്ക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. കാരണം അതിനു വേണ്ടി പണം ചെലവാക്കണ്ട, ആ പണം ലാഭമാണ്. ഇത് നമ്മുടെ ഈ പറയുന്ന പോലത്തെ സൗരോർജം, ഈ കാറ്റാടി വൈദ്യുതി, ഇതൊക്കെ കൃത്യമായിട്ടും അത് ഒരിക്കൽ ഇൻസ്റ്റാൾ ചെയ്താൽ പിന്നെ വലിയ അറ്റകുറ്റപ്പണിയൊന്നും ഇല്ലാതെ തന്നെ അത് മുന്നോട്ട് പോകും. അതിൽ നിന്ന് വലിയ തോതിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യാം. മാത്രമല്ല ഈ ചൈനയുടെ ഇപ്പോഴത്തെ ഇതിനകത്ത് നമ്മൾ കാണേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതുപോലെ ഡാറ്റ കളക്ഷൻ, ഇതിന് രണ്ടിനും ഈ അണമുറിയാതെ വൈദ്യുതി ആവശ്യമാണ്. അതായത് വൈദ്യുതി ഇടതടവില്ലാതെ വൈദ്യുതി ലഭിച്ചുകൊണ്ടിരിക്കണം. ഇവിടെ എല്ലാം അമേരിക്ക ചെയ്യുന്നത് എന്താണ്? ഇന്ധന ഫോസിലുകൾ, ഈ നമ്മുടെ ഈ പറയുന്ന ഫോസിലുകളിൽ നിന്ന് ലഭിക്കുന്ന ഇന്ധനം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് മുന്നോട്ട് പോകുന്നു. ഒന്ന്, പരിസര മലിനീകരണം വളരെ കൂടുതലാണ്. കാരണം ഒരു വികസിത രാജ്യമാണെങ്കിലും അവർ അടിസ്ഥാനപരമായി അവിടെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ അവർക്ക് കഴിയുന്നില്ല. ചൈന മുന്നേറിക്കൊണ്ടിരിക്കുന്നില്ല. അവർ പുതിയ രീതിയിലേക്ക് മാറുകയാണ്. കാലഹരണപ്പെട്ട ഒരു സാങ്കേതിക വിദ്യയുമായിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ പ്രശ്നം ഞാൻ പറയാം. ഈ ഫോസിലുകളിൽ നിന്നെടുക്കുന്ന ഇന്ധനം ചെലവ് വളരെ കൂടുതലാണ്. അതേസമയം സൗരോർജവും കാറ്റാടി വൈദ്യുതിക്കും ചെലവ് വളരെ കുറവാണ്. അപ്പോൾ അത് തന്നെ വലിയ രീതിയിൽ ചൈനയ്ക്ക് അഡ്വാൻറ്റേജാണ്. ഇനി ഈ പറഞ്ഞതുപോലെ അമേരിക്ക ഈ ഫോസിൽ ഇന്ധനങ്ങളെ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന മലിനീകരണം, അത് മറികടക്കാൻ പണം വേറെ ചെലവഴിക്കണം. കഴിഞ്ഞ 6 മാസത്തിനിടയ്ക്ക് ചൈന ഉൽപ്പാദിപ്പിച്ചത് 198 ജിഗാവാട്ടാണ് സൗരോർജ്ജം ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത്. ഏതാണ്ട് 46 ജിഗാവാട്ട് കാറ്റാടി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചു അവർ കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ. ഈ കണക്കൊക്കെ നമ്മൾ കൂട്ടിച്ചേർത്ത് പഠിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത് ചൈന വലിയ കുതിപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ വൈദ്യുതി മന്ത്രി പറയുന്നത് കേട്ടു, കരിമണൽ നിന്ന് വൈദ്യുതി എടുക്കുന്ന, അതായത് തോറിയം പ്ലാന്റ് ഉപയോഗിച്ച്. എന്തു വലിയ അബദ്ധമാണ്. നമ്മുടെ നാട്ടിൽ തന്നെ ഒരു നല്ല മാതൃകയുണ്ട്. സിയാൽ അറിയാമല്ലോ, കേട്ടിട്ടുണ്ടല്ലോ, നമ്മുടെ കൊച്ചി എയർപോർട്ട് നെടുമ്പാശ്ശേരിയിലെ ആ എയർപോർട്ട് ഇപ്പോൾ സ്വയം പര്യാപ്തമാണ്. കൃത്യമായിട്ടും സൗരോർജ പാനലുകൾ വെച്ച് ഈ സോളാർ എനർജി, ആ സോളാർ ഇലക്ട്രിസിറ്റിയാണ് അവിടെ ഉപയോഗിക്കുന്നത്. ആ എയർപോർട്ട് പ്രവർത്തിക്കാൻ ആവശ്യമായ മുഴുവൻ വൈദ്യുതിയും അതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അതൊരു വലിയ നേട്ടമാണ്. ആ മാതൃക എന്തുകൊണ്ട് നമ്മൾ പിന്തുടരുന്നില്ല എന്നൊരു ചോദ്യം ഇവിടെ സ്വാഭാവികമാണ്. അതിരിക്കട്ടെ, നമുക്ക് ഇത് തന്നെയാണ് ഈ ട്രംപ് കാണിക്കുന്ന ഒരു മണ്ടത്തരം. അത് ശരിക്കും മണ്ടത്തരമല്ല, അതിന് മറുവശമുണ്ട്. കാരണം ഈ പറയുന്ന അറബ് രാഷ്ട്രങ്ങളിൽ ഉൾപ്പെടെ വലിയ തോതിൽ അമേരിക്കൻ കമ്പനികൾ ഈ ക്രൂഡ് ഓയിൽ എക്സ്ട്രാക്റ്റ് ചെയ്യുന്ന, അത് കുഴിച്ചെടുക്കുന്നതിന് പണം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. വലിയ നിക്ഷേപങ്ങളുണ്ട്. അത് സൗദിയുമായിട്ട് ചേർന്നുണ്ട്, ഖത്തറിലുണ്ട്, മറ്റു പല അറബ് രാഷ്ട്രങ്ങളിലുമുണ്ട്. ഈ മുടക്കിയ പണം തിരിച്ചു കിട്ടണമല്ലോ. അതുകൊണ്ടാണ് ഈ അമേരിക്ക ഇനി പരിസ്ഥിതിക്ക് എന്ത് ദോഷമുണ്ടായാലും സാരമില്ല, ഞങ്ങളുടെ പണം ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണം, അതിൻ്റെ ലാഭവും കിട്ടണം, ഈ ഒരു താല്പര്യത്തോടു കൂടി മുന്നോട്ട് പോകുന്നത്. അതേസമയം ചൈന ചെയ്യുന്നത് ഈ പറഞ്ഞതുപോലെ ഇത്രയും വലിയ രീതിയിൽ ശുദ്ധ ഊർജ ഉൽപ്പാദനം നടത്തുകയും ഇപ്പം നമുക്കറിയാം വലിയ രീതിയിൽ ഇലക്ട്രിക് വാഹനങ്ങൾ ഏറ്റവും കൂടുതൽ ഓടുന്നത് ചൈനയിലാണ്. ഏതാണ്ട് 25 ലക്ഷം ചാർജിങ് സ്റ്റേഷനുകൾ തന്നെ അവർ സ്ഥാപിച്ചു കഴിഞ്ഞു ചൈനയിൽ. ചൈന ഒരു വലിയ രാഷ്ട്രമാണ്. 25 ലക്ഷം ചാർജിങ് സ്റ്റേഷനുകൾ എന്ന് പറയുന്നത് പര്യാപ്തമാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അവരുടെ ആ മുന്നോട്ടുള്ള കുതിപ്പ് നമ്മൾ മനസ്സിലാക്കണം. അതേസമയം ട്രംപ് ഇതിനെല്ലാം എതിരാണ്. അമേരിക്കയിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ എണ്ണം ചൈനയേക്കാൾ കുറവാണ്. അതുപോലെ തന്നെ ചാർജിങ് സ്റ്റേഷനുകളിലും വലിയ കുറവുണ്ട്. ഈ ചാർജിങ് സ്റ്റേഷനുകൾ സ്ഥാപിക്കാൻ കുറച്ച് പണം ചിലവാകും എന്നുള്ളത് സത്യമാണ്. പക്ഷേ ചൈന അതിനെല്ലാം ഈ കുറഞ്ഞ ചിലവിൽ വൈദ്യുതി ലഭ്യമാക്കിക്കൊണ്ട് ഈ ചാർജിങ് സ്റ്റേഷനുകൾ സ്ഥാപിച്ച് ബാറ്ററി റീചാർജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചാർജിങ് സ്റ്റേഷനുകൾ സ്ഥാപിച്ച് മുന്നോട്ട് പോവുകയാണ്. അതുപോലെ തന്നെ ഈ നേരത്തെ പറഞ്ഞ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും ഡാറ്റ കളക്ഷൻ്റെയും കാര്യത്തിൽ അവിടെയും ചൈന വലിയ രീതിയിൽ മുന്നേറുന്നു. അമേരിക്കയേക്കാൾ ചെലവ് കുറച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനും ഡാറ്റ കളക്ഷനും വേണ്ടിയിട്ട് വൈദ്യുതി വിതരണം ചെയ്യാൻ ചൈനയ്ക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഭാവിയിൽ ഈ AI സംബന്ധിക്കുന്ന, ഡാറ്റ കളക്ഷൻ സംബന്ധിക്കുന്ന അമേരിക്കയുടെ പ്രവർത്തനങ്ങൾ മാത്രമല്ല,
അതിലെ ഗവേഷണങ്ങളും വലിയ രീതിയിൽ മന്ദഗതിയിലാകും എന്നാണ് എലോൺ മസ്കിനെ പോലെയുള്ളവർ ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ടാണ് എലോൺ മസ്ക് ടെസ്ലയുമായിട്ട് ചൈനയിലേക്ക് കുടിയേറാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ അതിന് തയ്യാറായത്. അതുപോലെ തന്നെ AI കാര്യത്തിലും ഈ ഡാറ്റ കളക്ഷൻ്റെ കാര്യത്തിലും പല അമേരിക്കൻ കമ്പനികളും അമേരിക്കയെ വിട്ടിട്ട്, കാരണം വലിയ ചെലവ് അവിടെ വേണ്ടിവരും. എന്നാൽ അതേസമയം അതിൻ്റെ 3/1 4/1 ചെലവിൽ ഈ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു സംവിധാനം വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തുണ്ടെങ്കിൽ അവരത് നോക്കും, അങ്ങോട്ടേക്ക് പോകും. അവർക്ക് ആവശ്യം അവരുടെ ബിസിനസ് ഏറ്റവും ചെലവ് കുറച്ച് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അത് ഏത് മനുഷ്യരും ഏത് രാജ്യവും അങ്ങനെയാണ്. ഏറ്റവും ചെലവ് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക, അതേസമയം പരിസ്ഥിതിക്ക് ദോഷം വരുന്നില്ല, മലിനീകരണം സംഭവിക്കുന്നില്ല, ആ മലിനീകരണത്തിൽ നിന്ന് മുക്തി നേടാൻ നമ്മൾ വേറെ പണം ചെലവഴിക്കേണ്ടതില്ല. ഇങ്ങനെയൊക്കെയുള്ള അഡ്വാൻറ്റേജസ്, ഇങ്ങനെയൊക്കെയുള്ള ഗുണങ്ങൾ അത് ചൈനയിൽ നിന്ന് ലഭ്യമാണ്. അതുകൊണ്ട് കൂടിയാണ് ഈ അമേരിക്കൻ കമ്പനികൾ, എലോൺ മസ്കിൻ്റെ ടെസ്ല മാത്രമല്ല മറ്റു പല കമ്പനി, എലോൺ മസ്കിന് നമുക്കറിയാം ബഹിരാകാശ ഗവേഷണ രംഗത്ത് വലിയ രീതിയിൽ ചൂടുറപ്പിച്ച ഒരാളാണ്. മസ്ക് തീർച്ചയായിട്ടും ഇനി അതും ചൈനയിലേക്ക് എന്ന് പറിച്ചു നടും എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഇങ്ങനെ ഇത് എലോൺ മസ്കിൻ്റെ കാര്യം മാത്രമല്ല, എലോൺ മസ്ക് പോയെങ്കിൽ ചെറുകിട കമ്പനികൾ എത്ര എണ്ണം അമേരിക്കയിൽ നിന്ന് പോയി കാണും ചൈനയിലേക്ക്? അതിൻ്റെ കണക്കുകൾ നമുക്ക് ലഭ്യമല്ല. എന്തായാലും ഒരു കാര്യം സത്യമാണ്, ഈ ട്രംപിൻ്റെ തലതിരിഞ്ഞ നയങ്ങൾ, വാസ്തവത്തിൽ ട്രംപ് ലാഭക്കൊതിയനാണ്. ട്രംപിനെ സംബന്ധിച്ച് ഇൻവെസ്റ്റ് ചെയ്ത പണം ലാഭമടക്കം തിരിച്ചു കിട്ടണം. അത് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ആരെ കൊലയ്ക്ക് കൊടുക്കാനും ഞാൻ തയ്യാറാകും എന്നുള്ളതാണ് ട്രംപിൻ്റെ നയം. അവിടെ അമേരിക്കൻ ജനതയുടെ ആരോഗ്യം പോലും അദ്ദേഹം വകവയ്ക്കുന്നില്ല, അല്ലെങ്കിൽ അവരുടെ വെൽഫെയർ പോലും അദ്ദേഹത്തിന് ഒരു പ്രശ്നമല്ല. മറിച്ച് മുടക്കിയ പണം പലിശ സഹിതം തിരിച്ചു കിട്ടണം, അതുമാത്രമാണ് ട്രംപ് അവിടെ ഉദ്ദേശിക്കുന്നത്. നേരെ മറിച്ച് ചൈന അതിൽ നിന്നൊക്കെ വളരെ ദൂരം മുന്നിലാണ്. അവർക്ക് ഈ പറഞ്ഞതുപോലെ പരിസര മലിനീകരണമില്ലാത്ത ശുദ്ധ ഊർജ ഉൽപ്പാദനം, അതും ഏറ്റവും ചെലവ് കുറഞ്ഞ മാർഗത്തിൽ, അത് ചൈനയിൽ വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്നു. അതിന് വലിയ സാഹചര്യങ്ങൾ അവർ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. ഈ മാതൃക സത്യത്തിൽ ഇപ്പോൾ ടിബറ്റൻ പീഠഭൂമിയുടെ കാര്യം ഞാൻ പറഞ്ഞു. ഈ മരുഭൂമിയിൽ, വളരെ വിശാലമായി കിടക്കുന്ന മരുഭൂമിയിൽ സോളാർ പ്ലാന്റുകൾ, സോളാർ പാടങ്ങൾ തന്നെ, സൗരോർജ പാടങ്ങൾ അവർ നിർമ്മിക്കുന്നു. അത് ചെറിയ കാര്യമല്ല. ഒരു അമേരിക്കയിലെ ഒരു നഗരത്തിൻ്റെ അത്രയും വലിപ്പമുള്ള സൗരോർജ പാടം ചൈനയിലുണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു അത്ഭുതം തന്നെയാണ്, നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്നത് തന്നെയാണ്. ഈ സത്യത്തിൽ ഈ മാതൃക ഇന്ത്യക്കും പിന്തുടരാവുന്നതാണ്. നമ്മൾ വാസ്തവത്തിൽ ഈ പറയുന്നത് പോലെ ശുദ്ധ ഊർജ ഉൽപ്പാദനത്തിലേക്ക് നമ്മൾ ചുവട് മാറ്റിയില്ലെങ്കിൽ അത് നമ്മുടെ നഗരങ്ങളിൽ വസിക്കുന്ന ജനങ്ങളെ, അവരുടെ ആരോഗ്യത്തെയൊക്കെ വലിയ ദോഷകരമായിട്ട് ബാധിക്കുമെന്ന് തീർച്ചയാണ്. ഗ്രാമങ്ങൾ പോലും അതിൻ്റെ പിടിയിലാണ്. ഈ പറയുന്ന പാരമ്പര്യ ഊർജം, നമുക്ക് കൽക്കരി മുതലായ ഫോസിലുകളിൽ നിന്ന് ലഭിക്കുന്ന ഊർജമുണ്ട്, അത് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഊർജമുണ്ട്. അതിലേക്ക് പരമാവധി പോകാതെ, പരിസ്ഥിതിക്ക് ദോഷം വരുത്താതെ ഈ പറയുന്ന പോലെ ശുദ്ധ ഊർജ ഉൽപ്പാദനത്തിലേക്ക് മാറേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ മെഗാവാട്ട് നിന്നും നമ്മൾക്ക് ജിഗാവാട്ട്, ഇന്നിപ്പം പല പ്രോജക്റ്റുകൾ നമുക്ക് ജിഗാവാട്ടുണ്ട്. ഇതിൻ്റെ കൂടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ചൈന ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്റ്റുകളുണ്ട് ചൈനയ്ക്ക്, അതും വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതും പരിസ്ഥിതി മലിനീകരണമില്ല. പിന്നെ ആകപ്പാടെ ഉള്ളൊരിത്, ഈ വലിയ ഡാം നിർമ്മിക്കുമ്പോൾ ജലം ഇത്രയും ശേഖരിക്കുന്നത് കൊണ്ട് ഭൂകമ്പ സാധ്യതയുണ്ട് എന്ന് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. പക്ഷേ അതിനെക്കുറിച്ച് ചൈന അത്ര വറീഡല്ല. ചൈന അത്തരം പ്രോജക്റ്റുകളും ചൈനയ്ക്കുണ്ട്. ഇപ്പോൾ പുതിയ ചില പ്രോജക്റ്റുകളും ചൈന ഇടുന്നുണ്ട്. അത് ടിബറ്റ് കേന്ദ്രീകരിച്ചാണ്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ചൈന മുന്നോട്ടുള്ള അതിൻ്റെ കുതിപ്പ് ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ടും പരിസ്ഥിതിക്ക് ദോഷം വരുത്താതെ പരമാവധി ചെലവ് കുറച്ച് അവർ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നു. അതിൽ വിജയിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ ഇന്ത്യക്കും മാതൃകയാക്കാവുന്ന ഒരു കാര്യമാണ്. ട്രംപിനെ പോലെ ലാഭക്കുതിയുള്ളവരല്ല നമ്മൾ. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ കൃത്യമായിട്ട് ഈ സൗരോർജവും ഈ കാറ്റാടി യന്ത്രത്തിൽ നിന്നുള്ള വൈദ്യുതിയും അങ്ങനെ ശുദ്ധ ഊർജ ഉൽപ്പാദന മേഖലയിലേക്ക് നമ്മളും തിരിയേണ്ട കാലം ശരിക്കും അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. മോദി സർക്കാർ അതിനുവേണ്ടി പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, പല നയങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്, പല പദ്ധതികളും കൊണ്ടുവരുന്നുണ്ട്. അതൊക്കെ വേണ്ട രീതിയിൽ വിജയിപ്പിക്കാൻ നമ്മുടെ സംസ്ഥാന സർക്കാരുകളും കൂടെ സഹകരിച്ചാൽ ചൈനയെ പോലെ തന്നെ ഇന്ത്യക്കും ഒരു വലിയ മുന്നേറ്റം ഈ രംഗത്ത് കാഴ്ചവെക്കാനാകും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.